ഭഗവാനെ, എന്നെ പട്ടിണിക്കിടാനാണോ ഭാവം? ഈ പഴങ്ങൾ മധുരമുള്ളതാണോ? അതെ, ഈ പഴങ്ങൾ നല്ല മധുരമുള്ളതാണ്. വേണോ? ആ, വാങ്ങാമല്ലോ. എത്രയ്ക്ക് വേണം? എനിക്ക് എത്ര പണം തരും? ഞാൻ തരുന്ന പഴത്തിന് എത്രയ്ക്ക് പ്രതിഫലം തരുമോ അത്രയ്ക്കും പഴം ഞാൻ തരും. പ്രതിഫലമോ? അതെന്താണ്? അതെന്താണെന്ന് മോൻ അറിയില്ലേ? ഇല്ല. എത്ര നിഷ്കളങ്കനായ കുട്ടിയാണ് മോനെ. പ്രതിഫലം എന്നാൽ ഒരാൾ ഒരു വസ്തു തന്നാൽ അതിന് പകരമായി കൊടുക്കുന്നതിനെയാണ് പ്രതിഫലം എന്ന് പറയുന്നത്. മോനെ, ഒരു കാര്യം ചെയ്യൂ, വീട്ടിൽ അമ്മയോട് ചോദിക്കൂ. അമ്മ എന്നെ കുളിക്കാൻ പോയിരിക്കാണ്. എന്നാൽ വീട്ടിൽ ധാന്യങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരും. എങ്കിലും അമ്മ എനിക്ക് പല സാധനങ്ങൾ തരാറുണ്ട്. പക്ഷേ അതിനൊന്നും പ്രതിഫലം ചോദിക്കാറില്ലല്ലോ. അമ്മ എന്നോട് പറയും, നീ എന്റെ മടിയിലിരുന്ന് വെണ്ണ കഴിച്ചാൽ മതിയെന്ന്. അതുപോലെ ഞാൻ അമ്മൂമ്മയുടെ മടിയിലിരുന്ന് അമ്മയെ ഒന്ന് വിളിച്ചോട്ടെ. എങ്കിലും എനിക്ക് പഴങ്ങൾ വെറുതെ തരുമോ? ഓ എന്റെ മോനെ, നീ അത്രയ്ക്ക് നിഷ്കളങ്കനാണ്. നിന്നെ പോലെ ഒരു ഉയർന്ന ജാതിയിലുള്ള ചണ്ടാലകുലത്തിൽ പിറന്ന് എന്റെ മടിയിൽ. അയ്യോ, വേണ്ട വേണ്ട. മാത്രവുമല്ല, നിന്നെ പോലെ ഒരു സുന്ദരനായ കുട്ടിയെ ആർക്കാണ് മടിയിൽ ആഗ്രഹിക്കാത്തത്? വേണ്ടേ? എന്നാൽ ഞാൻ മടിയിലിരിക്കാൻ പോവാണ്. അയ്യോ, എന്താണ് കുട്ടി നീ ചെയ്യുന്നത്? ആരെങ്കിലും കണ്ടാൽ കുഴപ്പമാകും. എന്ത് കുഴപ്പം? എനിക്ക് ചണ്ടാലകുലമെന്നോ നീച ജാതി എന്നോ എനിക്കറിയില്ല. എനിക്ക് ഒരാളുടെ ആത്മാവിനെ മാത്രം അറിയൂ. എന്തായാലും എനിക്ക് എന്റെ അമ്മയെ പോലെയാണ് തോന്നുന്നത്. എന്റെ മോനെ, നിന്റെ ആലോചന ഞാൻ വല്ലാത്തൊരു ആത്മനിർവൃതിയിലാണ്. എന്റെ ആത്മാവിൽ ഒരു പ്രത്യേക പ്രകാശം പരത്തുന്നു. ആയതിനാൽ ഇതിനേക്കാൾ വലിയൊരു പ്രതിഫലം ആര് തന്നു? നിനക്ക് എത്ര പഴം വേണമെങ്കിലും എടുത്തോളൂ. എനിക്ക് മുഴുവൻ പഴങ്ങൾ വേണം. അമ്മ ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട. ഞാൻ ധാരാളം ധാന്യങ്ങൾ നൽകാം. ഇതാ അമ്മൂമ്മേ. ആഹാ, എന്ത് നല്ല പ്രതിഫലം. കയ്യിൽ കുറെ ധാന്യമണികൾ ഉണ്ടായിരുന്നതാണ്. വഴിയിൽ വീണുപോയി. കുഴപ്പമില്ല, ഇതുകൊണ്ട് തന്നെ എന്റെ കൂട്ടുകാരി. ഇന്നത്തെ കച്ചവടം വളരെ നന്നായിരിക്കും. ഇതാ മോനെ, നിന്റെ എല്ലാ പഴങ്ങളും കൊണ്ടുപോയിക്കോളൂ. കൃഷ്ണൻ എന്നെ എല്ലാ കഷ്ടതയിൽ നിന്നും രക്ഷിച്ചു. കൃഷ്ണൻ എന്നെ എല്ലാ കഷ്ടതയിൽ നിന്നും രക്ഷിച്ചു.
അനന്യാസ്യന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. വിവർത്തനം ശ്രീ യേശുഭക്തിയോടുള്ള സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും.